ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സന്തോഷമുള്ളൊരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കയാൽ ഈ നല്ല സുദിനത്തിനായി ദൈവത്തെ വാഴ്ത്തിയും പുകഴ്ത്തിയും മഹത്വവും കരയറ്റിക്കൊണ്ട് ഓരോ ദിവസവും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകിത്തരുന്ന നമ്മുടെ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന സ്വർഗീയ ദൂത് അതെന്തെന്നറിയാൻ കാതോർത്ത് കർത്തൃപാദപീഠത്തിൽ ദൈവവചന കേൾവിക്ക് വേണ്ടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിന് സന്തോഷമുള്ള മനസ്സോടെ സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ദൈവസന്നിധിയിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ദൂതിന് ആധാരമായ വേദവാക്യം 60-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ്. 60-ാം സങ്കീർത്തനം 8-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക, ഏദോമിന്മേൽ ഞാൻ എൻ്റെ ചെരിപ്പെറിയും. ഫെലിസ്ത്യദേശമേ, നീ എൻ്റെ നിമിത്തം ജയഘോഷം കൊള്ളുക. അവസാന വാചകം ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ഫെലിസ്ത്യദേശമേ, നീ എൻ്റെ നിമിത്തം ജയഘോഷം കൊള്ളുക. 60-ാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിന് ഉജ്ജ്വലമായിരിക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. ദാവീദിൻ്റെ സൈന്യാധിപനായിരിക്കുന്ന യോവാബ് യുദ്ധം ജയിച്ച് മടക്കി വന്നു കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ശത്രു സൈന്യത്തെ ഇല്ലാതാക്കിയിട്ട് യുദ്ധം ചെയ്ത് അവകാശങ്ങൾ പിടിച്ചെടുത്ത് മടങ്ങി വന്നപ്പോൾ ആ ഒരാവേശത്തിൽ, ആ ഒരു സന്തോഷത്തിൽ ചമച്ച സങ്കീർത്തനമാണ് 60-ാം സങ്കീർത്തനം എന്ന് തലവാചകത്തിൽ എഴുതിയിട്ടുണ്ട്. എങ്കിലും ചില പ്രാർത്ഥനാ വാചകങ്ങളൊക്കെ ഈ സങ്കീർത്തനത്തിനകത്തുണ്ട് താനും. ഞാൻ അത്രയും ഡീറ്റെയിലായി ഈ സങ്കീർത്തനത്തെ വിഭജിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള സമയം രാവിലെ എടുക്കുന്നില്ല. ഇങ്ങനെ വിജയശ്രീ ലാളിതനായി നിൽക്കുന്ന ദാവീദ് ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കത്തിനകത്ത് പറയപ്പെട്ടിരിക്കുന്ന ഒരു വാചകം ഫെലിസ്ത്യരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നിമിത്തം ജയഘോഷം കൊള്ളുക. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്ന ദൈവമായ കർത്താവ് കനാനിലെത്തിച്ചു. കനാൻ ദേശത്തന്ന് ജാതികൾ പാർത്തിരിക്കുകയാണല്ലോ. ദൈവം യോശുവയുടെ പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ യോശുവയോടാണ് പറഞ്ഞത്, ഈ ദേശത്തെ ജാതികളെ നീക്കിക്കളഞ്ഞിട്ട് നീ തൻ്റെ ജനത്തിന് വേണ്ടി ഈ ദേശം അവകാശമാക്കുക. ഏകദേശം 58 പ്രാവശ്യം അവകാശമാക്കുക എന്നുള്ള പദം, എന്ന് ധ്വനിക്കുന്ന പദം യോശുവയുടെ പുസ്തകത്തിനകത്തുണ്ടെന്ന് പറയുന്നു. 58 പ്രാവശ്യത്തോളത്തോളം ആവർത്തിച്ച് ദൈവം യോശുവ എന്ന നേതാവിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്, പേടിക്കരുത്, നീ അവകാശമാക്ക്. ഞാൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് നീ അവകാശമാക്ക്. ഞാൻ സത്യം ചെയ്ത് തരുമെന്ന് പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് നീ അവകാശമാക്ക് എന്ന് 58 ആവർത്തി യോശുവയുടെ പുസ്തകത്തിൽ പറയപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. ദൈവം വാഗ്ദത്തം ചെയ്യും, എന്നിട്ട് തൻ്റെ ജനത്തെ ശക്തീകരിച്ചിട്ട് അവരോട് നിൻ്റെ അവകാശത്തെ നീ പിടിച്ചെടുക്കണം, അവകാശമാക്കണം എന്ന് പറഞ്ഞ് അവരെ കൊണ്ടാണ് അത് അവകാശമാക്കുന്നത്. ഇന്നും അതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഈ ഭൂമിയിൽ വെച്ച് വേണ്ടത് ഇനി നിത്യതയിലേക്ക് ചെല്ലുമ്പോഴാണെങ്കിൽ പോലും അവിടേക്കുള്ളതെല്ലാം ഇവിടെ വെച്ച് നാം അവകാശമാക്കുക. ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിത്യജീവനെ അവകാശമാക്കിക്കൊള്ളുക എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നാം ഇവിടെ വെച്ച് നിത്യജീവനെ നമ്മുടെ സ്വന്തമാക്കണം. അങ്ങനെ അവകാശമാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മനഃപൂർവ്വമായിട്ട് ആരോടെങ്കിലും വഴക്കുണ്ടാക്കി അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അവൻ്റെ വീടും സ്വത്തും നമ്മുടേതാക്കി എടുക്കുന്നൊരു കൊള്ളയടിക്കലല്ല ഈ അവകാശമാക്കുക എന്ന് പറയുന്നത് കേട്ടോ. മറ്റത് കൊള്ളയാണ്. ഇത് അവകാശമാക്കുക എന്ന് പറയുന്നത് നമുക്ക് അർഹതപ്പെട്ടതും പിതൃപാരമ്പര്യമനുസരിച്ച് നമുക്ക് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്നതുമായത് മറ്റേതെങ്കിലും വിധത്തിൽ നമുക്ക് അവകാശമായി അനുഭവിക്കാൻ കഴിയാതെ വണ്ണം തടസ്സപ്പെട്ട് കിടക്കുന്നെങ്കിൽ ആ തടസ്സങ്ങളെ ബോധവൽക്കരിച്ചിട്ടും അതിന് വിധേയപ്പെടുന്നില്ലെങ്കിൽ ആ കാര്യത്തെ ബലമായിട്ടോ നിൻ്റെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് നിയോഗിച്ച് അർഹതപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ അവകാശമാക്കുക എന്നുള്ള വേദപുസ്തക വാക്കിൻ്റെ അർത്ഥം. അല്ലാതെ തല്ലും കൊട്ടും ഉണ്ടാക്കി വഴക്കുണ്ടാക്കി കുത്തിനു പിടിച്ച് മേടിക്കുക എന്നുള്ളതല്ല. അങ്ങനെ അവകാശമാക്കുക
എന്ന വാക്ക് തിരുവെഴുത്തിനകത്ത് അനേക പ്രാവശ്യം കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ യോശുവ മുഴുവനൊന്നും അവകാശമാക്കിയില്ല. യോശുവയ്ക്ക് ശേഷം വന്ന ന്യായാധിപന്മാരാകട്ടെ ഒട്ടും അവകാശമാക്കിയില്ല. രാജാക്കന്മാരുടെ നിരയിൽ ആദ്യം വന്ന ശൗലാകട്ടെ ഒന്നും അവകാശമാക്കാൻ വേണ്ടി അത്രയും ശ്രമിച്ചില്ല. എന്നാൽ ദൈവമായ കർത്താവ് വാഗ്ദത്തം ചെയ്ത ഇസ്രായേലിൻ്റെ അവകാശങ്ങളെ അവകാശമാക്കാൻ വേണ്ടിയിട്ട് ആ കാര്യത്തെക്കുറിച്ച് ഏറ്റവും ബോധവൽക്കരിച്ച് അതിനുവേണ്ടി പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ടിറങ്ങിയതിൽ ഏറ്റവും പ്രധാനി ദാവീദാണ്. അദ്ദേഹം ദൈവം വാഗ്ദത്തം ചെയ്തതിനെ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ അവകാശമാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ഒന്നാം ഘട്ടം മുതൽ പലതും യെബൂസ്യരുടെ കയ്യിൽ നിന്ന് യെരൂശലേം പിടിച്ച് എടുത്തത് മുതൽ ഇങ്ങോട്ട് പലതും ദാവീദ് യുദ്ധം ചെയ്ത് അവകാശമാക്കി. അതുകൊണ്ട് ദാവീദിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുന്നത് യഹോവയുടെ യുദ്ധങ്ങൾ നടപ്പാക്കിയവനാണ്. മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ, അഥവാ പുരോഹിതൻ്റെ അടുക്കൽ ആഹാരം തേടി വിശന്നിട്ട് ചെല്ലുമ്പോൾ പുരോഹിതനോട് താൻ പറഞ്ഞൊരു വാക്കുണ്ട്, യജമാനൻ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്കത് നിർവഹിക്കണം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ചുമ്മാ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല, എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ശത്രുവിൻ്റെ കയ്യിൽ കിടക്കുന്ന രാജ്യം അല്ലെങ്കിൽ ദേശം അവകാശമാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനീ പോരാടുന്നത്. അങ്ങനെ 60-ാം സങ്കീർത്തനത്തിനകത്ത് ഒരു യുദ്ധം ജയിച്ചു എന്നതിലപ്പുറം ദൈവം വാഗ്ദത്തം ചെയ്തിരുന്ന ആ വാഗ്ദത്തത്തെ ദാവീദിൻ്റെ നേതൃത്വത്തിൽ അത് കൈയടക്കി വെച്ചിരുന്ന ശക്തിയുടെ കയ്യിൽ നിന്ന് ദാവീദ് അത് അവകാശമാക്കി. അങ്ങനെ അവകാശമാക്കിയതിൻ്റെ ജയഘോഷ പ്രഖ്യാപനം കൂടിയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കത്തിലെ ചില വാക്യം. അതിൽ ഫെലിസ്ത്യരോട് ദാവീദ് പറയുകയാണ്, എൻ്റെ നിമിത്തം നീ ജയഘോഷം കൊള്ളുക. എൻ്റെ നിമിത്തം ജയഘോഷം എന്ന് പറഞ്ഞ സെലിബ്രേഷൻ, എൻ്റെ നിമിത്തം ജയഘോഷം കൊള്ളുക. ദാവീദ് ഭീഷണിപ്പെടുത്തുകയല്ല ഫെലിസ്ത്യരെ, ഞാൻ വന്നിട്ടുണ്ട്, എൻ്റെ നിമിത്തം നാട് വിട്ടുപോക്കോ, എൻ്റെ നിമിത്തം ഈ ദേശത്തും കണ്ടേക്കരുത്, വിട്ടുപോക്കോളണം എന്നല്ല എഴുതിയിരിക്കുന്നത്. എൻ്റെ നിമിത്തം ജയഘോഷം കൊള്ളുക. ഞാൻ ദാവീദിനെയും ഫെലിസ്ത്യരെയും ഈ അവകാശമാക്കുന്ന പശ്ചാത്തലങ്ങളെയും പഴയകാലത്തെ ജാതീയ ശക്തികളെ ഒന്നും ഇനി നിരൂപിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. ഈ വാചകത്തിൻ്റെ ആത്മാർത്ഥതയെ മാത്രം എടുത്തുകൊണ്ട് നമുക്ക് നമ്മളിലേക്കൊന്ന് തിരിയാം. എൻ്റെ നിമിത്തം ചിലർ ജയഘോഷം കൊള്ളട്ടെ. അസൂയുള്ളവർക്കത് പറ്റിയെന്നിരിക്കില്ല. എന്നാൽ ആത്മാർത്ഥതയുള്ളവർ അവർ ജയഘോഷം. നിങ്ങളുടെ കുഞ്ഞ് പരീക്ഷയ്ക്ക് ജയിച്ച് എല്ലാത്തിനും നല്ല മാർക്ക് മേടിച്ച് കഴിയുമ്പോൾ അസൂയയില്ലെങ്കിൽ ആ കുഞ്ഞ് നിമിത്തം വീട്ടിലൊരു ജയഘോഷം ഉണ്ടാവും, എന്നൊരു സന്തോഷം ഉണ്ടാവും. കാരണം വലിയ പാടാണ് പരീക്ഷയ്ക്ക് ജയിക്കുക എന്ന് പറയുന്നത്, ഈസിയല്ല, മത്സരമാണത്. അതിലെൻ്റെ കുഞ്ഞ് എല്ലാത്തിനും A+ മേടിച്ചല്ലോ, ചെറിയ ക്ലാസ്സിലെ കുഞ്ഞാന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു ജയഘോഷമായി മാറും. ഓരോരോ കാര്യങ്ങൾ തോറ്റ് പരാജയപ്പെട്ട് അടിമത്തത്തിൽ അകപ്പെട്ടു പോയാൽ അവനെ ചൊല്ലി ജയഘോഷം കൊള്ളാൻ പറ്റില്ല. അവനെ ചൊല്ലി അയ്യോ കഷ്ടമായിപ്പോയി, പാവം, എന്തോ ചെയ്യാൻ, ഈ ചെറുക്കൻ എപ്പോൾ പോയാലും ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്നാൽ എൻ്റെ നിമിത്തം ജയഘോഷം കൊള്ളണമെങ്കിൽ എൻ്റെ അപ്പന്, എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ സുഹൃത്ത് വലയത്തിന്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ജയഘോഷം കൊള്ളണമെങ്കിൽ നമുക്ക് ചില നന്മകൾ, അനുഗ്രഹങ്ങൾ അവകാശമായി കിട്ടണം. നമ്മൾ അവർക്ക് അനുഗ്രഹമാകണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോട് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചുകൂടെ? നാഥ, നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവരുടെ കൺമുമ്പിൽ നിങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് നെഞ്ചുരുകരുത്. നിങ്ങളെ ഓർക്കുമ്പോൾ അവരുടെ ഹൃദയം പൊട്ടരുത്. നിങ്ങളെ ഓർക്കുമ്പോൾ അവരുടെ ഭാരം വർദ്ധിക്കരുത്. അവർക്ക് പേടി വരരുത്, തല കുനിയരുത്, വായടയരുത്. പിന്നെയോ നിങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് ദൈവമേ സ്തോത്രം സ്തോത്രം എന്ന് പറയാൻ. നമ്മളല്ലാതെ മാനപ്പടക്കം പൊട്ടിച്ചും ഇവിടെ
മറ്റെന്തെങ്കിലും ചെയ്തല്ലോ. നമ്മുടെ ജയഘോഷം, ആത്മീകരുടെ ജയഘോഷം എന്ന് പറയുന്നത് എന്താ? സ്തുതിസ്തോത്രങ്ങളും മഹത്വവും പുകഴ്ചയൊക്കെ അല്ലേ. നമുക്ക് നമ്മളെ ചൊല്ലി ജയഘോഷം കൊള്ളാൻ ആരുമാകട്ടെ. ഫെലിസ്ത്യർ ഇസ്രായേലിൻ്റെ ശത്രുക്കൾ അവരോട് പറഞ്ഞെന്താ? എൻ്റെ നിമിത്തം നീ മിക്കവാറും തീരും എന്നല്ല. നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് ദൈവം, ഞാൻ കാട്ടിക്കിടന്നവനാണ്, ഞാൻ അടിയുണ്ടാക്കാൻ വന്നവനല്ല. പക്ഷെ ദൈവം ചിലത് എന്നോട് പറഞ്ഞു, ഞാനത് ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് നിവർത്തിക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നീ നെഞ്ചു തിരുമ്മി ദണ്ണി എരിഞ്ഞ് നീ ആകപ്പാടെ കലങ്ങണ്ട. നീ എൻ്റെ നിമിത്തം ജയഘോഷം കൊള്ളു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചൊല്ലി, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചൊല്ലി, നിങ്ങളുടെ ശുശ്രൂഷകരോ സഭാവിശ്വാസികളോ ആരുമാകട്ടെ, അവരെ ചൊല്ലി ജയഘോഷം കൊള്ളാനുള്ള അവസരം ദൈവം ഒരുക്കട്ടെ. അവരുടെ അവകാശങ്ങൾ, വാഗ്ദത്തങ്ങൾ, അവരെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, അവരെക്കുറിച്ച് ദൈവമായ കർത്താവ് പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിറവേറട്ടെ. അത് നിറവേറുന്നത് കാണുമ്പോൾ ദൈവത്തിന്, അല്ലാതെ നമ്മൾ കേക്ക് മേടിച്ച് മുറിച്ച് 4 കഷ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് അതൊരാഘോഷമാണെന്ന് വെച്ചാൽ ആഘോഷമാണ്. പക്ഷെ നമ്മുടെ ജയഘോഷം ഇതൊക്കെയും സാധ്യമാക്കി തരുന്ന നമ്മുടെ ദൈവത്തിന് മഹത്വവും സ്തുതിയും കരയറ്റുന്നതാണ്. അതിലൊട്ടും കുറയ്ക്കരുത്. നമുക്ക് ദൈവസന്നിധിയിൽ താണിരിക്കാം. ദൈവത്തോട് പറയാം, എന്നെ ചൊല്ലി ആരും കരയേണ്ടി വരരുത്, ദുഃഖിക്കേണ്ടി വരരുത്, ഞാൻ നിമിത്തം ആരും പേടിക്കേണ്ടി വരരുത്, ഞാൻ നിമിത്തം ആരും നാണം കെട്ടു പോകരുത്, ഞാൻ നിമിത്തം ആരും സങ്കടപ്പെടരുത്, ഞാൻ നിമിത്തം എല്ലാവരും ദൈവത്തിന് ജയഘോഷം അർപ്പിക്കട്ടെ, ജയഘോഷയാഗങ്ങൾ അർപ്പിക്കട്ടെ. എൻ്റെ നിമിത്തം ജയഘോഷം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ഭൂമിയിൽ ദൈവം വാഗ്ദത്തം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, ഭക്തിയോടെ ജീവിച്ച് ദൈവത്തെ സ്നേഹിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ ദൈവം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്യും. ആ വാഗ്ദത്തങ്ങളൊക്കെ ജീവിതത്തിൽ നിറവേറി കിട്ടുമ്പോൾ അതിനെ ചൊല്ലി ജയഘോഷം കൊള്ളാൻ തിരുവെഴുത്തിൽ ഒരു വാചകം കണ്ടത് ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ഗ്രഹിക്കുന്നപ്പാ. ഇത് കേൾക്കുന്ന എല്ലാവരെ ചൊല്ലി, അയൽവക്കക്കാരും മറ്റുള്ളവരും ആരുമാകട്ടെ, അവർ ദൈവത്തിന് മഹത്വം കരയറ്റാൻ, ജയഘോഷം കൊള്ളാൻ ദൈവം ഇടയാക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചൊല്ലി ദൈവം ഇടയാക്കണം. അത് മനസ്സിൽ ഗ്രഹിച്ച് ജീവിപ്പാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.